നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ പീഡന കേസിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തലിന് കോടതി ജാമ്യം നൽകിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്. അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാങ്കൂട്ടത്തലിന് കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നത് തന്നെയാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ രാഹുലിന് സീറ്റ് നിഷേധിച്ചാലും നൽകിയാലും ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും ഒരു പരമ്പര തന്നെ കോൺഗ്രസിൽ ഉണ്ടാകുമെന്നതും വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം വി.ടി. ബൽറാമിനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ആ പാർട്ടിയിൽ ശക്തമാണ്. ഇന്നത്തെ അവസ്ഥ ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യാൻ ഊർജിത ശ്രമങ്ങളുമായി പോലീസ് മുൻപിൽ തന്നെയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ADGP എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ADGPയുടെ നിർദ്ദേശം. രാഹുലിനായി സംസ്ഥാന വ്യാപക പരിശോധനയിലാണ് പോലീസ്. രാഹുലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് നിരീക്ഷണത്തിലുമാണ്. അതേസമയം രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായുള്ള സംശയത്തെ തുടർന്ന് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന നടത്തുകയാണ് പോലീസ്. ലൈംഗിക അതിക്രമ പരാതി അന്വേഷിക്കുന്ന തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘം പാലക്കാടെത്തി രാഹുൽ താമസിച്ചിട്ടുള്ള കുന്നത്തൂർ മേടിലുള്ള ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. 2 തവണ വീര്യം കൂടിയ ഗർഭചിത്ര മരുന്ന് നൽകി. അശാസ്ത്രീയമായാണ് ഗർഭചിത്രം നടന്നത്. രക്തസ്രാവത്തെ തുടർന്ന് ആരോഗ്യനില മോശമായി. ഇതേ തുടർന്ന് 2 ആശുപത്രികളിൽ ചികിത്സ തേടിയതായി യുവതി മൊഴിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിലാണ് യുവതി ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞത്. ഗർഭചിത്രത്തിന് 2 തവണ മരുന്ന് കഴിച്ചു. ഡോക്ടറുടെ കുറിപ്പടികളൊന്നും തന്നെ ഇല്ലാതെയാണ് മരുന്ന് എത്തിച്ചു നൽകിയതും കഴിച്ചതും. 2 മാസത്തിന് ശേഷമാണ് ഗർഭചിത്രം നടത്തിയതെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായി വല വിരിച്ചിരിക്കുകയാണ് പോലീസ്. അതിനിടയിലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. രാഹുൽ ബന്ധപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികളും കേന്ദ്രങ്ങളും പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിലെത്തിയ രാഹുൽ നിലവിൽ എവിടെയാണെന്ന് യാതൊരു സൂചനയുമില്ല. കഴിഞ്ഞ ദിവസം പകൽ കുറച്ചുനേരം ഫോൺ ഓൺ ആയപ്പോൾ പാലക്കാട് ടവർ ലൊക്കേഷനാണ് കാണിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് പാലക്കാട് ജില്ല വിട്ടുപോയിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. എന്നാൽ ഫോൺ പാലക്കാട് മറ്റാരെങ്കിലും ഏൽപ്പിച്ച് ഓൺ ചെയ്യിപ്പിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്കോ മാറിയിട്ടുണ്ടാകാമെന്നാണ് സംശയം. പാലക്കാട്ടെ ഫ്ളാറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ കാർ പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെയുണ്ട്. മറ്റൊരു കാറിലാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. സന്തത സഹചാരിയായ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗം ഒപ്പമുണ്ടെന്നാണ് സൂചന. ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതായത് 2 ദിവസം കൂടി രാഹുലിന്റെ കാര്യത്തിൽ ഇനി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനിടയിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിയമസാധ്യതകളാണ് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കർശനമായിട്ടുള്ള പോലീസ് വലയം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും മുൻപിൽ തന്നെയുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അജ്ഞാത കേന്ദ്രത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നതെന്നാണ് സൂചന. ഇന്നലെയും MLA ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു. പേഴ്സണൽ സ്റ്റാഫ് അംഗവും ഡ്രൈവറും മാത്രമാണ് ഓഫീസിലെത്തിയത്. അതേസമയം പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് പൊതുസ്ഥലങ്ങളിൽ പതിപ്പിച്ചിരിക്കുകയാണ് SFIയുടെ പ്രതിഷേധം അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12ഓടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച പ്രസ്താവന തിരുത്തി മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനും രംഗത്ത് വന്നതും ഇപ്പോൾ തിരിച്ചടിയാവുകയാണ്. രാഹുലിന് തെറ്റ് പറ്റിയെന്നത് ശരിയാണ്. പക്ഷേ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്നാണ് താൻ പറഞ്ഞതെന്നും സുധാകരൻ പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി തുടരട്ടെ. ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുൻപ് വസ്തുത എന്തെന്ന് തിരിച്ചറിയണം.
ഉണ്ണിത്താന്റെ മറുപടിയോട് പ്രതികരിക്കാൻ താനില്ലെന്നും വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിലുള്ള ആളാണ് ഉണ്ണിത്താനെന്നും സുധാകരൻ വിമർശിച്ചു. സസ്പെൻഷൻ ഒരു നടപടിയല്ലെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവർ രംഗത്തുള്ളത്. രാഹുലിനെ സീറ്റ് നിഷേധിച്ചാൽ സ്ത്രീ പീഡന കേസിൽപ്പെട്ട എം വിൻസെന്റ്, എൽദോസ് കുന്നംപള്ളി എന്നീ MLA-മാർക്കും സീറ്റുകൾ നൽകരുത് എന്നതാണ് ഈ വിഭാഗത്തിന്റെ വാദം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്ന കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന് ഇനി സീറ്റ് നൽകാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പും മാങ്കൂട്ടത്തിലെ അനുയായികൾ നൽകുന്നുണ്ട്. മലപ്പുറത്ത് വെച്ച് മുൻപ് ആൾക്കൂട്ടം ഒരു സ്ത്രീക്കൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെ തടഞ്ഞുവെച്ച് കഥ പുറത്തിട്ടാണ് ഉണ്ണിത്താനെതിരെ സൈബർ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇവർക്കാർക്കും ബാധകമല്ലാത്ത പാർട്ടി അച്ചടക്കം മാങ്കൂട്ടത്തിനെതിരെ ഉപയോഗിച്ചാൽ കൂടുതൽ നേതാക്കളുടെ തനി നിറം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണിയും നിലവിലുണ്ട്. പാർട്ടി കോൺഗ്രസ് ആയതിനാൽ മഞ്ഞുമലയുടെ ഒരറ്റമുരുകിയാൽ തന്നെ പലതും പുറത്തു വരാനാണ് സാധ്യത. കോൺഗ്രസിലെ ഈ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഇപ്പോൾ വലിയ ലോട്ടറിയാണ്. ശബരിമല വിഷയം ഉൾപ്പെടെ എടുത്തിട്ട് ഇടതുപക്ഷത്തിനെതിരെ UDF-ഉം BJP-യും കടന്നാക്രമണം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കോൺഗ്രസ് MLA സ്ത്രീ പീഡന കേസിൽപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയെ തന്നെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം തന്നെ മുഖപ്രസംഗം എഴുതിയത് പാർട്ടിയിലെ രാഹുൽ വിരുദ്ധർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പും അണികൾക്കുള്ള സന്ദേശവുമാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്ന് മുഖപത്രം തുറന്നടിക്കുന്നത്. രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത് വ്യാജമായ ലൈംഗിക ആരോപണമാണെന്നും CPIM കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നുവെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM-ൽ നിന്ന് ഉണ്ടാകുന്നത് അതിസാരവും ശ്രദ്ധയുമാണെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഇത്തരം തന്ത്രങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. 1996-ലെ സൂര്യനെല്ലി കേസും 2006-ലെയും 2011-ലെയും ഐസ്ക്രീം പാർലർ കേസും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴും CPIM മാലിന്യം വമിക്കുന്ന വ്യാജ കഥകൾ ഉണ്ടാക്കുന്നു. ജനപ്രിയനായ ഒരു നേതാവിനെതിരെയുള്ള രാഷ്ട്രീയ ആരോപണം മാത്രമാണിതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കുറ്റമെന്നും കോൺഗ്രസ് പത്രം വാദിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ തള്ളിപ്പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുഖപത്രം ശക്തമായ പിന്തുണയാണ് നൽകുന്നത്. ഇത്രയും ശക്തമായ ന്യായീകരണങ്ങൾ നിരത്തി പിന്തുണ കോൺഗ്രസ് മുഖപത്രം രാഹുലിന് നൽകിയത് കോൺഗ്രസിലെ രാഹുൽ വിരുദ്ധരെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. ഇതോടെ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിലുണ്ടായ രണ്ടഭിപ്രായം മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതൊരു പൊട്ടിത്തെറിയിൽ എത്തിയാലും ഇനി അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസിലെ ഈ സംഭവ വികാസങ്ങൾ പരമാവധി പ്രചാരണ വിഷയമാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ അവർ ഇതിനകം തന്നെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. 10 വർഷത്തോളം ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പ്രകടമായില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയിൽ നിൽക്കണമോ എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനും തീരുമാനമെടുക്കേണ്ടതായി വരും. ഇനിയും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരിക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ലീഗ് നേതൃത്വം ഇപ്പോഴുള്ളത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.